ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞങ്ങളുടെ ഈദാണ്. എല്ലാം റെഡിയായി. ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേനും ഒന്ന് ലേറ്റായി കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നാൽ ഇൻട്രോ പെട്ടെന്ന് എടുക്കാം. ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല, അക്ഷര ഉണ്ട്, പിന്നെ ശരണ്യുണ്ട്, റിമിഷയുണ്ട്, റിമിഷയുടെ ഫാമിലി ഉണ്ട്, അക്ഷരയുടെയും ശരണ്യയുടെയും ഫാമിലി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുണ്ട്, പിന്നെ അക്ബറും ഫസീലായും വരുന്നുണ്ട്. സോ അറൗണ്ട് ഒരു 20 to 25 പീപ്പിൾ ഉണ്ട്. അപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി സ്റ്റാർട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. ഞാനും ആച്ചു ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ താഴോട്ട് പോട്ടെ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെ ഐസും താഴെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. എന്തോ അവിടെ ഫോട്ടോഷൂട്ട്. ഫാരിസ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഐസിൻ്റെ ഡ്രസ്സ് ഞാൻ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നില്ല. സെയിം ഡ്രസ്സൊക്കെ നൈസ്, അടിപൊളി രണ്ടുപേര്. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഈദ് വ്ളോഗിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മളെല്ലാം റെഡിയായി. ഇവർ ചുരിദാർ ഇവിടെ വന്നിട്ടിട്ടല്ലേ, സൽവാറൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട്. ഇത് ശരണ്യ, അത് അക്ഷര. അറിയാമായിരിക്കുമല്ലേ? ഹായ്. അപ്പോൾ താഴോട്ട് പോട്ടെ, ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇത് കേട്ടോ, ഈ ഒരു ഈദ് കോർണറൊക്കെ നമ്മൾ ഇന്നലെ നൈറ്റ് സെറ്റ് ചെയ്ത് ഇവിടെ സ്റ്റാർട്ടറൊക്കെ എടുത്ത് വെച്ചു. ഇനി മെയിൻ എടുത്ത് വെക്കണം. ബ്ലോസം, ഒരു ഡ്രിങ്ക്, പിന്നെ ഒരു സാൻഡ്വിച്ച്, നമ്മുടെ ബൊക്കേറ്റ വെച്ചിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ഇതൊരു സ്റ്റാർട്ടർ ലൈക്ക് നമ്മുടെ ഒരു വിപ്പിംഗ് ക്രീമും സ്ട്രോബെറിയൊക്കെ വെച്ചിട്ടുള്ളത്, പിന്നെ നമ്മുടെ റഷ്യൻ സാലഡ്. ഇനി ഇവിടേക്ക് ഇത് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിക്കാനിരിക്കുന്നു. ഇത് റിംഷ അമ്മയുണ്ട്, ശരണ്യയുടെ അമ്മ, അക്ഷരയുടെ അമ്മയുണ്ട്, ഷാനു ഹിയർ. റിംഷദ ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. ഓ യു ആർ മേക്കിംഗ് ചിക്കൻ ഫ്രൈ. उनको दिख जाता है तो ഇന്നലെ രാത്രി നല്ല രസമായിരുന്നു. ഈവനിങ്ങിൽ പുറത്തില്ല, പിള്ളേരെയും കൂടെ വന്ന് പിള്ളേർ ഫുള്ള് കളിയാട്ടോ. ഐസു ഈദ് മുബാരക്, ഈദ് മുബാരക്. പിന്നെ ആരത്? കാശിക്കുട്ടൻ. ഐസു ഹിയർ. ഇസു ഉണ്ട് ഇവിടെ. ഹലോ, ഈദ് മുബാരക്. ഹാരിസ് ഈദ് മുബാരക്. ഇസു, ഇസു ലുക്ക് അറ്റ് ഹിയർ. ദേ ഓടി ചെന്ന് BMW ഇടിക്കോ? കൊച്ചി കാല് മാറ്റേ. ഹാരിസിന് കാലിടുന്നു. ഐശു ആവി കുറച്ച് പാപ്പണ്ണ. സോ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചതാ. ഇവിടെ ചിക്കൻ സെപ്പറേറ്റ് ചെയ്തു, റൈസ് സെപ്പറേറ്റ് ചെയ്ത്. എന്തോ
Hisu, Malu, they already start eating. കാശിക്ക് കൊടുക്കാം കേട്ടോ. കാശി വാ. साफ का है, साफ खाओ ना. അല്ലോ എന്ത് കഴിക്കുന്നേ? പപ്പടാ? ഐഷു വാവ്, സൂപ്പർ ആണല്ലോ. तुम कितने बजे सोई? तुम भी 6 बजे सोई? नहीं 4 बजे के But starting from 10:30. എങ്ങനെയുണ്ട് മറ്റേ ബന്നിന്റെ സാധനം? കൊള്ളാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. सच में नाइस. ഇത് കൊള്ളാമല്ല? ആച്ചു കൊള്ളാല്ലേ? നല്ലല്ലേ? കഴിച്ചാണോ? കഴിച്ചോക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു. അത് വെരി നൈസ്. ഡെസേർട്ട് മാംഗോ തിരാമിസു. ഡെസേർട്ട് സെർവ് ചെയ്യട്ടെ എല്ലാവർക്കും. ഇല്ല എനിക്ക് വേണ്ട. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇതാ ജസ്റ്റ് ഞങ്ങൾ പുറത്തോട്ട് ജസ്റ്റ് ഇറങ്ങി. ഷാനുവിന് വർക്കുണ്ട് കേട്ടോ. ഷാനു വർക്ക് ഫ്രം ഹോം. അതാ ഒരാൾ ബൈക്കൊക്കെ എടുത്തതാ വരുന്നേ. ഓ കാശി ഇതാ രക്ഷകനായി പോകുന്നു. കാശി ഹെൽപ്പ് ചെയ്തോട്. ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ. കാർ പോയി എടുത്തിട്ട് വാ. കാശി നീ ആ ഓടിച്ചോണ്ടിങ്ങ വന്നേ. കാശി ഓടി എടുത്തോണ്ടെങ്കി വാ. ഇസു ടയർ കാണാൻ വയ്യല്ലോ ഇസു. ഇസു നോക്ക്. അല്ല ഐസ് വന്നേ. വരും ഐസ് ഇസുവിന്റെ അടുത്ത് പോ. ഇസുവിന്റെ അടുത്ത് നിൽക്കാൻ പറ. അക്കൊച്ചിട്ട് നിൽക്കി ഫോട്ടോ എടുക്കാൻ. ഞങ്ങളങ്ങനെ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും ഒക്കെ ആയിട്ട്. ഇവിടെ തന്നെ അടുത്ത് തന്നെ. ശരണി എവിടെ? ശരണി എവിടെ ഉണ്ട്? ശരണി കിട്ടിയില്ല. ഇന്ന് വെതർ നല്ല സ്പ്രിംഗ് ആയല്ലേ? വെയില് ഇത്രയും തണുപ്പ് കുറവാന്ന് ഞാൻ വിചാരിച്ചില്ല. തണുപ്പ് കുറവുണ്ട്. ऑलरेडी मैं इसको परमिशन पूछा ऑलरेडी. she told okay. This is Rimsha's api actually. Hi. She's there. We're gonna go to the park. क्या है ना? मालू कहाँ है? Hi, my name is Maisha. Hi. പിള്ളേരെല്ലാം ഭയങ്കര എൻജോയ് ആട്ടോ. സോറി. അതെ എന്തോ വേലയത്. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? അടിപൊളി. തണുപ്പില്ലല്ലോ? തണുപ്പുണ്ട്. തണുക്കണം. ഞങ്ങൾ പിള്ളേരുടെ കുറച്ച് ഇത് അക്ഷരയുടെ അമ്മ. എങ്ങനെയുണ്ടായിരുന്നു അമ്മ പെരുന്നാള്? അടിപൊളിയായിരുന്നു. ഉറങ്ങിയ കുറച്ച് റെസ്റ്റ് കിടന്നു. ഞങ്ങൾ പിള്ളേരുടെ ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിച്ച് വന്നതാ. പക്ഷേ ഫോട്ടോ ഒന്നും നടന്നില്ല. ഫോട്ടോ എടുക്കലും നടന്നില്ല. പിള്ളേർ ഭയങ്കര ഓട്ടം. ഒരാളെ പിടിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങോട്ട് ഓടും, അടുത്താളെ പിടിക്കുമ്പോൾ അടുത്ത ആൾ ഓടും. അങ്ങനെ ഒരാളിവിടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഫുൾ ഓട്ടം. എന്താണ് ഞാൻ നിന്റെ സൂപ്പർ.
എന്താ ഈദ് മുബാരക് ആണോ? ഈദ് മുബാരക് എന്ന് പറഞ്ഞ ഈദ് മുബാരക്, ഈദ് മുബാരക് എന്ന് പറയുക. എല്ലാവർക്കും ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈദ് മുബാരക്, ഈദ് മുബാരക്. മിക്കൊരു ഈദ് മുബാരക് ഹഗ്ഗതാ. ഡെസേർട്ട് കൊള്ളാൻ കണ്ട നൈസ്. ഞാൻ ഇപ്പോഴേ കഴിക്കുന്നത്, എല്ലാവരൊക്കെ കഴിച്ച് കഴിഞ്ഞു. കാൻഡിഡ് ആണോ സാർ ഉദ്ദേശിച്ചത്? നോക്കട്ടെ, ഒന്നും കൂടെ കാണിച്ചായിട്ട് ഫോട്ടോ നോക്കട്ടെ. അത് ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടേ നോക്കി. ആദ്യം സ്റ്റാറ്റസിന്റെ ഫോട്ടോ നോക്കട്ടെ. അച്ഛാ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഫോട്ടോ കിട്ടി. ബർത്ത്ഡേക്ക് ഫോട്ടോ കിട്ടിയോ? നോക്കട്ടെ നോക്കട്ടെ. എടുത്ത് വ്ളോഗിലിടണം. അതും ഇതും വരും. ആരായിരുന്നു പ്രക്ഷോഭ് എന്നെ വിളിച്ചോണ്ട് ഞാൻ ഒരു ഫ്രണ്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഫോട്ടോ ഇല്ലാണ്ടുണ്ടല്ലോ ഇരുന്ന് തപ്പോ ഷാനുഖാണ് ഇൻസ്റ്റാഗ്രാം സിംഗിൾ ഫോട്ടോ ഇല്ലാതെ സിംഗിൾ ഫോട്ടോ ഇല്ല, ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ തന്നെ ഇട്ടു. അപ്പൊ വളകാപ്പിനല്ല 56-ന് വന്നപ്പോ ചേട്ടൻ വന്നിട്ട് ഷാനു വന്ന ഒരു പണിയുള്ളതുകൊണ്ട് വിളിച്ചോണ്ട് പോയിട്ട് ഒറ്റക്കുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് പറയാം, ഇത് ഞാൻ സൂക്ഷിച്ചു അടുത്ത ബർത്ത്ഡേക്ക് ഇടാൻ. ബർത്ത്ഡേക്ക് ഇടാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഷാനുക്ക് വലിയ സെറ്റപ്പ് ആയിട്ടേ പ്രക്ഷോഭനായിട്ട് ഫോട്ടോ എടുക്കാൻ പോവാന്ന് വിചാരം. അപ്പൊ പ്രക്ഷോഭന് ചേട്ടനപ്പൊ ആദ്യം നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് വാ ഇനി ഷാൻ ഒറ്റയ്ക്ക് എനിക്ക് ആവശ്യമുണ്ട് ഈ ഫോട്ടോ. എനിക്ക് വയ്യ ഇൻസ്റ്റ ഫുള്ള് തപ്പില്ല, സിംഗിൾ ഇല്ല. ഫ്രൈഡേ ഈദായതുകൊണ്ട് സാറ്റർഡേ സൺഡേ റെസ്റ്റ് എടുക്കാം. നാളെ മറ്റന്നാൾ മറ്റന്നാൾ എന്തായിരിക്കും നമ്മുടെ പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു ഈദ്? ഷാനിന്ന് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? അടിപൊളിയായിരുന്നു. എന്ത് അടിപൊളിയായിരുന്നു വർക്കിംഗ്. ഷാന് ഫുള്ള് വർക്കിലായിരുന്നു. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ലഞ്ച് ബ്രേക്കും കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 5:30 ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 5:45 കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു അക്ഷരേ ബിരിയാണി? സെറ്റായിരുന്നു ഫുഡ്. ക്ഷീണുണ്ടോ? ബിരിയാണി കഴിച്ച ക്ഷീണമുണ്ടോ അല്ലാത്ത ക്ഷീണമാണോ? ബിരിയാണി കഴിച്ച ക്ഷീണമുണ്ട്, വയറ് നിറഞ്ഞ ക്ഷീണമുണ്ട്, കുഞ്ഞിനെ നോക്കിയ ക്ഷീണമുണ്ട്. അവൻ തനിയെ കിടന്ന് കളിക്കാം അവിടെ. മിന്റ് ചമ്മന്തി ഇല്ലാതായിപ്പോയി. ആ ഇത് ചമ്മന്തി മിന്റ് ചമ്മന്തി ഇല്ലാതായിപ്പോയി. സമയം കിട്ടിയില്ല അതാക്കാം. ഒന്നും കൂടെ ആക്കണം എന്നുണ്ടായിരുന്നു മൈൻഡിൽ. ചുട്ടും ടൈം ഇല്ലാതായിപ്പോയി. ഇസു എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? എൻജോയ് ചെയ്തോ ഐസു? അവിടെ കസേര നീക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, എന്തോ പരിപാടിക്കാണ്. അല്ല, എനിക്ക് ഗസ് ചെയ്യാവോ എന്തിനാ? ഫ്ലവറിനാണ് ഞാൻ പറയുന്നത്, ഫ്ലവറിനാണെന്ന്. എനിക്ക് ഗസ് ചെയ്യാവോ എന്താന്ന്? അല്ല ഓ ഏതാതോ. നിങ്ങൾ പറയാതിരുന്ന അത് വരൂല. അത് കഴുത്തിൽ അല്ല ഇതാരാ നെയ്ത് ബേബി ഐസുനാ ബേബി ഐസു വേണ്ടേ? നീതുവിനെ വിളിക്കുവാണോ? ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് ചായ എല്ലാവർക്കും ചായ കുടിക്കണം, പക്ഷെ ആർക്കും ഇടാൻ വയ്യ. ഞാൻ
പാട്ടുപാടി നിങ്ങളെ വീട് എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂർ ചായ കുടിച്ചാലോ? കൊടുങ്ങല്ലൂർ ചായ. ഐസും പപ്പായും എന്താ വരയ്ക്കുന്നേ? കണ്ടനെയാണോ വരയ്ക്കുന്നേ? നോക്കട്ടെ. എങ്ങനെ വരയ്ക്കണം? റൗണ്ട്. ഓ, ഇവിടെ പടം വരയ്ക്ക് രണ്ടാളും കൂടെ അടിയാണോ? എന്തത്? എന്ത് വരയ്ക്കുന്നേ? കണ്ടനെയോ? എന്ത് ഡ്രോ? അതാരാ? പോയി നോക്ക്. പ്രക്ഷോഭങ്ങളായിരിക്കും. എവിടെ പോവാണോ? ഓരോർക്കാൻ പോവാണോ? ഓടി പോണു. രാഹുൽ വന്നു. അപ്പോൾ ബൈ ബൈ. ഇതാ ശരണി പോവാണ്. ശരണിക്ക് ഡ്യൂട്ടി ഉണ്ട്. കാശി ഹായ് എടുത്ത്. ഇന്ന് പിള്ളേർ സെറ്റെല്ലാം ഭയങ്കര പൊളി പൊളിച്ചു കേട്ടോ. എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? ഒരുപാട് കളിച്ചോ? അടിച്ചു പൊളിച്ചു കാശി. ഒരു ഡ്രിങ്ക് ആ ഡ്രിങ്ക് മുഴുവൻ ഡ്രിങ്ക്. കൂൾ ഡ്രിങ്ക്സ് എന്താണ്? ആ ചുണ്ട റൂമിലുണ്ട് അല്ലേ? രാഹുൽ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ശരണി ഇറങ്ങുന്നു. ഐസു ഹിയർ. ഞാൻ ഇറങ്ങുവാണ്. കിടന്നു കുഴപ്പമില്ല. അങ്ങനെന്താ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പ്രശോഭ് രാവിലൊക്കെ വന്നിട്ട് ഫുഡൊക്കെ ഇതാ കഴിക്കുന്നു. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി, സൂപ്പർ ബിരിയാണി. ഡേ ഉറങ്ങണ്ടേ ഐസുവിന്? എല്ലാരും ചിരിക്കല്ലേ? ചിരിക്കല്ലേ? കുറച്ച് അപ്പൊ ഓക്കെ ബൈ. അപ്പം ഈദ് മുബാറക്ക് ഒന്നും കൂടെ. കാശി ബൈ. നാട്ടിൽ പോയിട്ടല്ലേ ഇനി? ടാറ്റാ. അപ്പോ ഹാപ്പി ജേണി. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇനി ഒരു ലോഡ് ക്ലീനിങ്, ഇതൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് പോട്ടെ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. അപ്പൊ ഇനി ഈദ് മുബാറക്ക്. ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ് പറ. ടേക്ക് കെയർ. ഓക്കെ ഗുഡ് നൈറ്റ് പറ ഐസു. ഗുഡ് നൈറ്റ്. കളിച്ച് തളർന്ന് പെരുന്നാൾ ഫുള്ള് എൻജോയ് ചെയ്തിട്ട് കൂർക്ക പിടിച്ച ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ നല്ല ഉറക്കം. ഇസുമോളുടെ കാലിലൊക്കെ ഞാൻ കാലിലും കയ്യിലൊക്കെ ഞാൻ ഇന്നലെ മെഹന്തി ഇട്ട് കൊടുത്ത്. കാലിലത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേയൊക്കെ പോയി. ഈ സൈഡിലുണ്ട്, നോക്കട്ടെ. സി ഇത് അതുപോലെ തന്നെ ഇവിടെയുണ്ട്. എല്ലാം ഇട്ടിട്ട് ഇത് ഫുള്ള് അവളിങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിട്ട് പോയി. അതുപോലെ കയ്യിലുണ്ട് കേട്ടോ. സമ്മതിക്കുമെന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഓ അപ്പോൾ അടിപൊളി രീതിയായിരുന്നു. അവരൊക്കെ പോയി, വന്നവരെല്ലാവരും പോയി. ഓൾമോസ്റ്റ് 9 o'clock ആയി. അപ്പോൾ ഉമ്മച്ചിത ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ പോയിട്ട് ഒരുവിധമൊക്കെ എല്ലാം ഒതുക്കിയിട്ട് കിടന്നുറങ്ങണം. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ഇതായിരുന്നു മോൻ്റെ, അതായത് അക്ഷരയുടെയും പ്രശോഭിൻ്റെയും മോൻ്റെയും നെയ്താൻ്റെ ഫസ്റ്റ് ഈദായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. കുറേ വിഷ്വൽസ് ഒന്നും എനിക്ക് അങ്ങനെ ലെങ്തി ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഐ വാസ് ഫുള്ളി ഓൺ ബിസി. നമ്മുടെ കുക്കിംഗ്, സെർവിങ്, പിന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിലോ അങ്ങനെ. ഇനി എനിക്ക്
പിന്നെ ഞാൻ ബാക്ക് ടു നോർമൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്തായാലും നാളെ ആവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഈദ് മുബാരക്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒബ്വിയസ്ലി ഈദ് കഴിഞ്ഞായിരിക്കും, എന്നാലും നാളെ അതിന് ഹാങ് ഓവറൊക്കെ ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.